ഗുഡ് മോർണിംഗ് ആൾ. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളല്ലേ, നമ്മുടെ പൊന്നു മക്കൾ. ഇന്നിപ്പോൾ ആ മക്കളെ ഒന്നും നമുക്കൊരു നിമിഷം പോലും ഒന്ന് ഡോറ് തുറന്നിട്ട് നമ്മുടെ വീട്ടിലിരുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് മുറ്റത്ത് നിന്നൊന്ന് കളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഫ്രണ്ട്സുമായിട്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് ഓടിക്കൊണ്ട് നടന്നു വരാൻ പറ്റുന്നില്ല, ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് തനിച്ച് വരാൻ പറ്റുന്നില്ല. എന്താണെന്നല്ലേ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ പാല് കൊടുത്തിട്ട് ഒരു നിമിഷം നമ്മുടെ അമ്മമാരകത്തേക്ക് ഗ്ലാസ് വയ്ക്കാൻ പോകുമ്പോൾ കട്ടിലിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. ഭിക്ഷാടന മാഫിയ, ഭിക്ഷാടന മാഫിയ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളാവുകയാണ്. ഭയമാകുന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ നിമിഷവും ഓരോ അമ്മമാരും നമ്മുടെ കുഞ്ഞുങ്ങളെ, പൊടിക്കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ അമ്മമാരുടെ വിരൽത്തുമ്പിൽ മുറുകി പിടിച്ചുകൊണ്ട് വേണം അവരെ കാത്തു സൂക്ഷിക്കാൻ. നമ്മളിപ്പം ചിലപ്പോൾ ഒരു നിമിഷം അവർ മുറ്റത്ത് നിന്നൊന്ന് കളിച്ചോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും അവർ കൂട്ടുകാരും കൂടി ഒന്ന് സംസാരിച്ചിരുന്നോട്ടെ. അല്ല, ചിലപ്പോൾ അമ്മമാരല്ലേ വീട്ടിൽ എന്ത് പണികളുണ്ടാവുമല്ലേ, നമ്മുടെ മുറ്റത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് കളിച്ചോട്ടെ. അതൊക്കെ പഴയ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് കൂട്ടുകാരും കൂടി ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒത്തിരി സ്വാതന്ത്ര്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കളിച്ച് വളർന്നവരാണ് നമ്മളൊക്കെ. ഇന്നിപ്പോൾ ആ കാലമൊക്കെ പോയി. പേടിയാണ്, ഭയമാണ്. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഭയമാണ്. നമ്മുടെ പിഞ്ചു മക്കളെ അടുത്ത നിമിഷം അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഉള്ളിൽ ഭയമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് ദിവസവും കൂടുന്നതല്ലാതെ കുറയുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുഞ്ഞിന് അമ്മ പാല് കൊടുത്തിട്ട് അടുക്കളയിലേക്ക് ഗ്ലാസ് ഒന്ന് കഴുകാൻ പോയ സമയത്തുണ്ടായ സംഭവമാണ്. ഒരു നാടോടി സ്ത്രീ വന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് അവരൊരു ചാക്കിനകത്തേക്ക് കുഞ്ഞിനെ കയറ്റാൻ തുടങ്ങുന്ന സംഭവമാണ് ഈ അമ്മ കാണുന്നത്. ചിന്തിച്ചു നോക്കിക്കേ, മിനിറ്റുകൾക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്, വെറും സെക്കൻഡുകൾക്കുള്ളിൽ നടന്ന കാര്യമാണ്. ഇതിനൊക്കെ നമുക്ക് ജാഗ്രതയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ, പൊന്നു മക്കളെ സ്കൂളിൽ വിടുമ്പോഴും നമ്മുടെ പേരൻസ് അല്ല അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബസ്സെ കൂടെ നിന്ന് കയറ്റി വിടുക. അതുപോലെ തന്നെ പിക്ക് ചെയ്യുമ്പോഴും നമ്മൾ കൂട്ടത്തിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ സുരക്ഷിതമായിട്ട് സ്കൂളുകളിൽ എത്തിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല ഏത് നിമിഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നിന്ന് മിസ്സാവുന്നതെന്ന്. കാരണം ഭിക്ഷാടന മാഫിയ ഓരോ കുഞ്ഞിൻ്റെയും പുറകിൽ കണ്ണും കാതും കൂർപ്പിച്ച് റാഞ്ചാനായി നോക്കി നിൽക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, പൊന്നമ്മമാരെ, അച്ഛന്മാരെ, നമ്മുടെ പൊന്നു മക്കളെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ കൂട്ടി മുറുകെ പിടിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് അവരെ കാത്തു സൂക്ഷിക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇവിടെ ആദ്യ ഭിക്ഷാടന മാഫിയയെ തടയാനുള്ള ഒരു ഉപാധികളും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഏതെല്ലാം രീതിയിലാണ് ഇവർ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ജാഗ്രത.